ക്രാഡിൽ ടു ഗ്രേവ്, ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഈ 12 രാശിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒന്നെന്ന് പറഞ്ഞ വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ. അപ്പോൾ ഒന്ന് പവർഫുള്ളായ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നന്നായിട്ട് വരും. വളരെ ലളിതമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. രോഗത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ 6ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കും, അത് 8ാം ഭാവത്തെ കൊണ്ട് ആയുസ്. പക്ഷെ ജ്യോത്സ്യന ആയുസ് വിധിക്കാനുള്ള ഇതില്ല, അതെല്ലാം വിധാതാവിന്റെ കയ്യിലാണ്. ശത്രുബാധ ദോഷം, അത് അങ്ങനെ വരുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്, അത് ഏത് ദേവതാ സങ്കല്പത്തിന് എന്ത് വഴിപാട് കൊടുത്താൽ അത് പരിഹരിക്കപ്പെടാം എന്നുള്ളത് നമ്മുടെ അതിനകത്ത് തെളിഞ്ഞു വരും. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറും ന്യൂമറോളജിസ്റ്റും വാസ്തു ആചാര്യനുമായ ശ്രീ കൃഷ്ണദാസ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. സർ നമസ്കാരം. 2026 ചിങ്ങം എന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഈ ചിങ്ങം മുതൽ നമുക്ക് സാമ്പത്തികമായി ഉന്നതിയിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്കൊന്ന് അത് പ്രധാനമായിട്ടും മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, തിരുവാതിര, പുണർദം, മകീരം, ഈ നക്ഷത്രങ്ങൾ. അതുപോലെ തന്നെ ഉത്രം, അത്തം, ചിത്തിര, കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. അതുപോലെ നമുക്ക് ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ, മൂലം, പൂരാട, ഉത്രാടം, ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾ. പിന്നെ പൂരോട്ടാതി, ഉത്രട്ടാതി, രേവതി, ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്കൊക്കെ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ചിങ്ങം. അതെ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾക്ക് അവരുടെ ഗ്രഹവശാൽ അല്ല, ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഈ ചാരവശാൽ വരുന്ന ഒരു ഫലത്തെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഓരോ നക്ഷത്രക്കാരും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഫലം പറയുന്നത് നമ്മൾ ജാതകത്തെ ആസ്പദമാക്കിയാണ്. ജനന സമയത്ത് ഗ്രഹങ്ങൾ നമ്മുടെ ആ രാശിയിൽ എങ്ങനെ നിൽക്കണം അതിനെ ആസ്പദമാക്കിയാണ്. പിന്നെ പ്രത്യക്ഷത്തിൽ ഒരു ജാതകം കണ്ടാൽ നല്ലതാണോ ചീത്തയാണോ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളെല്ലാവരും ഒരു പൊതുഫലം നോക്കുന്ന ആളുകളാണ്. അതെ, ഇത് പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് ഏറ്റക്കുറച്ചിലുകൾ വരും. ഒരു നക്ഷത്രക്കാർക്ക് തന്നെ നല്ല ഗുണവും കിട്ടും, അത്ര ഗുണവും ഇല്ലാത്ത രീതിയിലും ആവും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ജാതകം എന്ന് പറഞ്ഞാൽ നമ്മൾ 12 രാശികളാണ് പറയപ്പെടുന്നത്. അത് പറയുന്നത് ക്രാഡിൽ ടു ഗ്രേവ്, അതായത് ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഈ 12 രാശിയിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ആ വ്യക്തിയുടെ ജോലി, ആ വ്യക്തിയുടെ പഠനം, അതുപോലെ ആ വ്യക്തിയുടെ വിവാഹ ജീവിതം, സന്താനങ്ങൾ, ഇൻലോസ് എങ്ങനെയായിരിക്കും, പാരൻസ് എങ്ങനെയായിരിക്കും, സിബ്ലിങ്സ് എങ്ങനെയായിരിക്കും, ഇതെല്ലാം വളരെ വ്യക്തമായിരിക്കും. സൗഹൃദം എങ്ങനെയായിരിക്കും, അല്ല ഹാബിറ്റ് എങ്ങനെയായിരിക്കും, ആരോഗ്യം, വരാവുന്ന രോഗങ്ങൾ, ഇതൊക്കെ നമുക്ക് സൂചനകളാണല്ലോ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ. മുൻകൂട്ടി നമുക്ക് അറിയപ്പെടേണ്ട സൂചനകളെയാണ് ജ്യോതിഷമായിട്ട് പറയുന്നത്. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കണേ. ഇപ്പം സമ്പന്നരാവുന്ന ആളുകളെ പറ്റിയാണ്, നക്ഷത്രങ്ങളെയാണ് അങ്ങ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു കാരണവശാൽ കുറച്ച് പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, ചില നക്ഷത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അവർക്കൊക്കെ എന്തൊക്കെ പരിഹാരങ്ങളോ അല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ, ജാതകം അനലൈസ് ചെയ്യാം. എന്നിട്ട് ഈ ജാതകത്തിൽ തന്നെ ശക്തിയുള്ള നക്ഷത്രങ്ങൾ, അല്ല ശക്തിയുള്ള ഗ്രഹങ്ങളും ശക്തിയില്ലാത്ത ഗ്രഹങ്ങളും ഉണ്ടാവും. ശക്തി ഇല്ലാത്ത ഗ്രഹങ്ങളെ പുഷ്ടിപ്പെടുത്തുകയാണ് നമ്മൾ സ്വതവേ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പം ഏതൊരു ജാതകമായാലും 1, 5, 9 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറഞ്ഞ വ്യക്തിയാണ്, ഇൻഡിവിജ്വൽ. അപ്പോൾ 1 പവർഫുള്ളായ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നന്നായിട്ട് വരും. 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യം, ഇതൊക്കെയാണ്. അത് പുഷ്ടിപ്പെടുത്തിയാൽ നമ്മൾക്ക് എല്ലാം നന്നായിട്ട് വരും. 9 എന്ന് പറയുമ്പോൾ ഭാഗ്യമാണ്. അത് പുഷ്ടിപ്പെടുത്തിയാൽ നമ്മൾ ചെറിയ എഫർട്ട് എടുക്കുമ്പോഴും മോർ റിസൾട്ട് വരും. അപ്പോൾ ഈ 3 ഭാഗങ്ങളെ എങ്ങനെ പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളൊരു ജാതകത്തിൽ ആദ്യമായിട്ട് നോക്കേണ്ടത്.
ഇപ്പോൾ പൊതുവിലുള്ള ഇതുപോലത്തെ ഫലങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എൻ്റെ നാളുണ്ടോ എന്ന് നോക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഇതുപോലെ ഭാഗ്യത്തിന്റെ ഒരു ഫാക്ടർ അത് നമുക്ക് പുഷ്ടിപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ഞാൻ നേരത്തെ പറഞ്ഞ 9, അതായത് ജനിച്ച ആ ഒരു സമയത്തുള്ള രാശിയെ ലഗ്നം എന്ന് പറയുന്നു. അതിൻ്റെ 9ാം ഭാവത്തെയാണ് നമ്മൾ ഭാഗ്യമായിട്ട് കാണുന്നത്. അപ്പോൾ 9ാം ഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമുണ്ടാവും. ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രം നമ്മളെ നോക്കണം. ആ നക്ഷത്രാധിപന് പറയുന്ന പരിഹാരങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇത് KP ആസ്ട്രോളജി എന്ന് പറഞ്ഞൊരു വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഏറ്റവും മൈന്യൂട്ടായിട്ട് നമ്മൾ പോയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്. ഭയങ്കരമായിട്ടുള്ള പൈസ മുടക്കിയ സൊല്യൂഷന് പകരമായിട്ട് വളരെ ലളിതമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ചെയ്താൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതായത് സാമ്പത്തികമായി കുറച്ച് പ്രശ്നമുള്ള ആളുകൾക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഭാഗ്യം മാത്രമല്ല, ആരോഗ്യത്തിന്റെ കാര്യത്തിലും നമ്മൾ എന്ന് പറഞ്ഞാൽ രോഗത്തിന്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ 6ാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കണം. അത് 8ാം ഭാവത്തെ കൊണ്ട് ആയുസ്. പക്ഷേ ജ്യോത്സ്യന് ആയുസ് വിധിക്കാനുള്ള ഇതില്ല, അതെല്ലാം വിധാതാവിൻ്റെ കയ്യിലാണ്. പക്ഷെ എന്നിരുന്നാലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമോ, അല്ലെങ്കിൽ ഈ ജാതകന് കഠിനമായ എന്തെങ്കിലും രോഗങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് കലയെ കൂട്ടി തന്നെ ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ രീതിയിൽ മെഡിക്കേഷൻ എടുക്കുകയൊക്കെ ചെയ്യാലോ. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയാനായിട്ട് സൊല്യൂഷൻ നമ്മൾ അതിന് വേണ്ട പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം തന്നെ മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യങ്ങളാണ് പ്രത്യേകം പറഞ്ഞു കൊടുക്കും. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒരു പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ചില സമയത്ത് പെട്ടെന്നായിരിക്കും സംഭവിക്കുക. അങ്ങനെ അതെന്തെങ്കിലും ഒരു നമ്മൾ ആസ്ട്രോളജി അല്ലെങ്കിൽ ഇപ്പം മലയാളത്തിൽ പ്രശ്നരീതി, കവടി പ്രശ്നം, വെറ്റില പ്രശ്നം, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. ഇപ്പം നമുക്ക് നല്ല സമയമായിരിക്കും, പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ ഗുണങ്ങളൊന്നും വരുന്നില്ല, തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് ജാതകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കും. ഇപ്പം ശത്രുബാധ ദോഷം, അത് അങ്ങനെ വരുമ്പോൾ അതിനുള്ള പരിഹാരം എന്താണ്, അത് ഏത് ദേവതാ സങ്കല്പത്തിന് എന്ത് വഴിപാട് കൊടുത്താൽ അത് പരിഹരിക്കപ്പെടാം എന്നുള്ളത് നമ്മുടെ അതിനകത്ത് തെളിഞ്ഞു വരും. മനസ്സിലായില്ലേ? ചില സമയത്ത് ഇതുപോലെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നത്. അതെ പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇതുകൊണ്ട് വരുന്നതാണ്. ഒന്നുമേൽ ദൃഷ്ടിദോഷം, അല്ലെങ്കിൽ ഇങ്ങനെ ആഭിചാര ദോഷം, അങ്ങനെ ഉള്ള ദോഷങ്ങൾ കൊണ്ട് കയറി വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഇതുപോലെ അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മൾ കവടിയിൽ പ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ വെറ്റില ജ്യോതിഷമുണ്ട്. അതായത് പ്രച്ഛകൻ, അതായത് ആരാണോ കാണാൻ വരുന്നത് അവർ വെറ്റില അടയ്ക്കുക, നാണയം കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഫലങ്ങൾ പറഞ്ഞ് ഇതിനും പരിഹാരം അങ്ങനെയും നമുക്ക് അതൊരു പരിഹാരമായി നൽകാം. അതെ. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി അമർത്തിയേക്കണേ.